സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി വടക്കൻ ജില്ലകളിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. മലബാറിലെ വിവിധ ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനത്ത് പോലീസ്, NCC, SPC തുടങ്ങി വിവിധ പ്ലറ്റൂണുകൾ അണിനിരന്നു. സിറ്റി, റൂറൽ ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ് പരേഡിൽ പങ്കെടുത്തത്. നേടിയെടുത്ത സ്വാതന്ത്ര്യം ആർക്കും അടിയറവ് വെക്കരുതെന്നും യഥാർത്ഥ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർത്തിപ്പിടിച്ച ദേശീയത എന്തായിരുന്നു, അതേ ദേശീയത നമുക്ക് നിലനിർത്തുവാൻ സാധിക്കണം. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും അതിനെ നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും വേണം. വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകതകളിലേക്ക് ചുരുക്കുവാനുള്ള ഒരു ശ്രമവും നാം അനുവദിച്ചുകൂടാ. പാലക്കാട് കോട്ട മൈതാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇന്ത്യയെ സൃഷ്ടിച്ചത്, ഇന്ത്യ എന്ന ആശയത്തെ നിർമ്മിച്ചത് സ്വാതന്ത്ര്യ സമരമാണ്. ആ സമരമുഖത്ത് അണിചേർന്ന ജാതി മതഭേദമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അണിനിരന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ നിർമ്മിച്ചതാണ് ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രം എന്ന ഈ സങ്കല്പത്തെ. മതനിരപേക്ഷതയും ജനാധിപത്യവും പരസ്പര പൂരകമാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. ഇന്ന് മതനിരപേക്ഷത നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മതരാഷ്ട്രവാദത്തിന്റെ ഭീഷണിയാണ്. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ മന്ത്രി K രാജൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. എന്തിനെയാണോ നാം ദേശീയത എന്ന അഭിമാനം കൊണ്ടിരുന്നത്, ആ വാക്ക് അർത്ഥം മാറിപ്പോവുകയും സങ്കുചിതമാക്കപ്പെടുകയും വികലമാക്കപ്പെടുകയും ചെയ്തതായും നമുക്ക് ഭീതിയോടെ കാണാനാകും. അങ്ങനെയൊന്ന് സംഭവിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ഇരു കൈകളും നീട്ടി മക്കളെ വാരിപ്പുണരാൻ വെമ്പൽ കൊള്ളുന്ന ഒരമ്മയാണ് ഇന്ത്യയെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയാത്തൊന്നാണ് ദേശീയതയെ തീരെ ചെറിയ കളങ്ങളിലേക്ക് ചുരുക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതാനും വിഭാഗങ്ങളെയോ ആ കളങ്ങൾക്ക് പുറത്തു നിർത്തുന്നത് ദേശീയതയല്ല, അത് ദേശദ്രോഹമാണ്. വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രി OR കേളു പതാക ഉയർത്തി. കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. നമ്മുടെ രാജ്യത്തിൽ അമൂല്യമായ അനർഘമായ സ്വാതന്ത്ര്യം, വിശിഷ്ടമായ ഭരണഘടന, മതേതരബോധം, ജനാധിപത്യബോധം അതൊക്കെ ഉന്നീതമാക്കിക്കൊണ്ട് ലോകരംഗത്ത് എന്തായിരുന്നു ഇന്ത്യ, ആ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തിന്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഈ വർത്തമാനകാലത്ത് നിങ്ങളുടെയൊക്കെ തന്നെ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ത്യാഗവും പോരാട്ടവീര്യവും ആത്മസമർപ്പണവുമാണ് ഈ സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമായത്. നമ്മുടെ ധീരരായ പൂർവികന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെയും അതിന്റെ ചരിത്രത്തെയും അനുസ്മരിക്കാനുള്ള സുപ്രധാന ദിവസമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.